നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. രാജീവ് ചന്ദ്രശേഖർ, അതായത് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കന്യാസ്ത്രീകൾക്ക് വീഴ്ചയൊന്നും പറ്റിയിട്ടില്ല എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം വ്യാപകമായിട്ടുള്ള പ്രതിഷേധം സംഘപരിവാർ സംഘടനകളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് നേരെ ഉയരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതായത് ഈ പറയുന്ന പോലെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഭാഗത്തു നിന്നും ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്തു നിന്നും ഒക്കെ അത്തരത്തിൽ ഒരു എങ്ങനെയാണ് അത്തരത്തിൽ അദ്ദേഹം ഒരു നിലപാട് സ്വീകരിക്കുന്നത്, അദ്ദേഹത്തിന് ഈ പൊളിറ്റിക്സ് അറിയില്ലേ എന്ന തരത്തിലൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഉയരുന്നുണ്ട്. മറുഭാഗത്ത് വരുന്ന ഒരു ചോദ്യം, ബി.ജെ.പി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൂടെയാണല്ലോ, അപ്പോ ഒരു മതവിഭാഗത്തിന്റെ കാര്യത്തിന് വേണ്ടി മാത്രം ബി.ജെ.പിക്ക് അങ്ങ് എന്താണ് ചേർന്ന് നിൽക്കാൻ കഴിയുമോ? ഈ പ്രത്യേകിച്ച് കേരളത്തിൽ ക്രിസ്ത്യൻ ആളുകളെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ നമ്മൾ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലൊരു കാര്യം വളരെ ക്രിയാത്മകമായി കൈകാര്യം ചെയ്യണ്ടേ എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട്. എന്താണ് തോന്നുന്നത്? യഥാർത്ഥത്തിൽ ഇപ്പോ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് ഒരു അറിവും തിരിച്ചറിവും ഇല്ലാതെയാണ് രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ ഒരു പൊളിറ്റീഷ്യൻ ആണെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് കേരളത്തിലെ രാഷ്ട്രീയത്തെ കുറിച്ച് എത്രമാത്രം അറിവുണ്ട് അതിന് ഉദ്ദേശിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ആശങ്ക പലർക്കുമുണ്ട്. ഇവിടെ ആലോചിച്ച് നോക്കൂ, ഇവിടുത്തെ ഭൂരിപക്ഷ വിഭാഗം തന്നെയാണ് കേരളത്തിൽ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുന്നത്. ആ വോട്ടും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അവിടെ നിന്ന് 2 കന്യാസ്ത്രീകൾ പിടിക്കപ്പെടുന്നു. 3 കുട്ടികളുമായി ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടിക്കപ്പെടുകയാണ്. റെയിൽവേ TTR ആണ് ആദ്യം ഇവരോട് ചോദിക്കുന്നത് എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നു. ഒരു മതിയായ രേഖയും കാണിക്കാൻ ഈ കുട്ടികൾക്ക് കഴിയാത്ത സാഹചര്യത്തിലാണ് അവിടെ റെയിൽവേ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുക്കുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരു ഒരു സ്ഥലത്തു നിന്നും അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സ്ഥലത്തേക്ക് ആൾക്കാർക്ക് പോകാൻ പോലും കഴിയില്ല. നക്സൽ സ്വാധീനമുള്ള മേഖലയാണ്. അവിടെ ഒരു തരത്തിലുള്ള അവരുടെ രേഖകൾ, അവരുടെ ആ സർവേ പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലത്തേക്ക് അവിടെ നിന്ന് 3 പെൺകുട്ടികളെ അവിടേക്ക് എങ്ങനെയാണ് ഈ കന്യാസ്ത്രീകൾക്ക് ആക്സസ് ഉണ്ടായത്? അവിടെ നിന്നും 3 പെൺകുട്ടികളെ ഒരാൾ കൊണ്ടുവരുന്നു. ആ പെൺകുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് രേഖകൾ ചോദിക്കുമ്പോൾ കന്യാസ്ത്രീകൾ വരും, കന്യാസ്ത്രീകൾ രേഖകൾ തരുമെന്ന് പറയുന്നു. ഒരു രേഖയുമില്ല. ഏതോ ആശുപത്രിയിലേക്ക് ജോലിക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നു. ആശുപത്രിയിലേക്ക് ജോലിക്ക് കൊണ്ടുപോകുന്നവർക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും വേണ്ടേ? ചോദ്യങ്ങളില്ലേ, നിരന്തരമായ ചോദ്യങ്ങൾ, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോ ഈ വിഷയങ്ങൾ അവിടെ നിൽക്കെ തന്നെ അവിടെ റെയിൽവേ പോലീസ് കേസെടുക്കുന്നു, കോടതിയിൽ കൊണ്ടുപോകുന്നു. ആദ്യം എനിക്ക് മനസ്സിലായത് മജിസ്ട്രേറ്റിന് മുമ്പിലാണ് കൊണ്ടുപോയത്. അപ്പൊ മജിസ്ട്രേറ്റിന് ഇവിടെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അതുപോലെ തന്നെ ഈ മതം മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മജിസ്ട്രേറ്റിന് അവിടേക്ക് പോയാൽ കാര്യം നടക്കില്ല. കാരണം അത് ആ ജൂറിസ്ഡിക്ഷൻ അവിടെയല്ല, സെഷൻസ് കോർട്ടിലാണുള്ളത്. പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത 3 പെൺകുട്ടികളെ ആശുപത്രിയിൽ ജോലിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പരിചയപ്പെടുത്തുന്നത്. ഈ TTRന് മനസ്സിലാവുന്നത്. അപ്പോഴാണ് ഇത് കേസാകുന്നത്. ഈ കേസായ ശേഷം മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. മജിസ്ട്രേറ്റിന്റെ ജൂറിസ്ഡിക്ഷൻ ഇല്ല, സെഷൻസ് കോർട്ടിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. കാരണം മതംമാറ്റ നിരോധന നിയമവും അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഹ്യൂമൻ ട്രാഫിക്കിങ്ങും രണ്ടും ആരോപിക്കപ്പെടുന്ന കേസായതുകൊണ്ട് അവിടെ ജാമ്യം ലഭിക്കേണ്ടത് സെഷൻസ് കോർട്ടിൽ നിന്നാണ്. അതുകൊണ്ട് സെഷൻസ് കോർട്ടിലേക്ക് ഈ കേസ് മാറ്റാനുള്ള സമയമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരു കാര്യം ഞാൻ പറയുന്നു, രാജീവ് ചന്ദ്രശേഖറിന്റെ ചില നിലപാടുകൾ തെറ്റില്ല. കാരണം ഇങ്ങനൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഇത്രയും കേരളത്തിൽ സെൻസിറ്റീവായ ഒരു വിഷയമാണ് എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് കേരളത്തിൽ ഇത്ര സെൻസിറ്റീവ് ആയത് എന്നതിനെ സംബന്ധിച്ച വ്യക്തിരഭിപ്രായം എനിക്കുണ്ട്. കാരണം കേരളത്തിൽ നിന്ന് 2 കന്യാസ്ത്രീകളെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്, അല്ലെങ്കിൽ 2 കന്യാസ്ത്രീകൾ പോകുമ്പോൾ ഇത്രയധികം പ്രശ്നം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. കേരളത്തിലെ CPM അടക്കം പല ഘട്ടങ്ങളിലും എടുത്തിട്ടുള്ള നിലപാടുകൾ നമുക്കറിയാം, പല വിഷയങ്ങളോടും ബന്ധപ്പെട്ട്. അപ്പൊ അതവിടെ നിൽക്കട്ടെ, അതുമായി ബന്ധപ്പെട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് ആ വിഷയങ്ങൾ കൂടുതൽ പറയാം. അപ്പൊ ഇവിടെ രാജീവ് ചന്ദ്രശേഖറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അദ്ദേഹം എടുത്ത നിലപാടുകൾ ശരിയാണ്. ഏതെങ്കിലും തരത്തിൽ അവർക്ക് നീതി കിട്ടാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ യഥാർത്ഥ വിവരം എന്ന് അറിയാൻ വേണ്ടി ഒരു ഡെലിഗേഷനെ അയക്കുന്നതിൽ തെറ്റില്ല. അവിടെ ഒരു ഡെലിഗേഷൻ അയക്കപ്പെട്ടിരിക്കുന്നു, ഡെലിഗേഷനെ അയച്ചു. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഡെലിഗേഷനെ അയക്കുമ്പോൾ തന്നെ അത് അവിടെ ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല, മതപരിവർത്തന ശ്രമങ്ങൾ നടന്നിട്ടില്ല, അല്ലെങ്കിൽ അവിടെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർക്ക് കഴിഞ്ഞത്? കോടതിയിലിരിക്കുന്ന ഒരു വിഷയം, ആ കോടതിയിലിരിക്കുന്ന വിഷയത്തിനും അപ്പുറം ഇത്രയും സെൻസിറ്റീവായ ഒരു വിഷയം അവിടുത്തെ ഛത്തീസ്ഗഡിന്റെ സർക്കാരാണല്ലോ കേസെടുത്തത്. നമുക്കറിയാം ഓരോ സംസ്ഥാനത്തിനും ആ സംസ്ഥാനത്തിൻ്റെതായ ചില ഫെഡറൽ സംവിധാനങ്ങളുണ്ട്. ഈ ഫെഡറൽ സംവിധാനത്തിലുള്ള കടന്നുകയറ്റം നടത്താനും അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്താനും ഏത് വോട്ടിന്റെ പേരിലായാലും എത്ര വോട്ടിന്റെ പേരിലായാലും അതിനുള്ള ഒരു
ഒരു ധൈര്യം അല്ലെങ്കിൽ അതൊരു ജാഗ്രത പുലർത്തേണ്ട ഒരു അഭിപ്രായ പ്രകടനമാകേണ്ടതിന് പകരം ഇത്ര പെട്ടെന്ന്, അതായത് ബജറംഗദളിനെ തള്ളിപ്പറയുന്നു, ബജറംഗദൾ ഇങ്ങനെ ഒരു സംഘടന, ഈ സംഘടന സംഘപരിവാർ സംഘടനയല്ല അല്ലെങ്കിൽ സ്വതന്ത്രമായി ഉള്ള സംഘടനയാണെന്ന് പറയുന്നു. അതിനും അപ്പുറം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവിടെ നിൽക്കുന്നത് കന്യാസ്ത്രീകളെ പരിശുദ്ധരാക്കാനുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ നീക്കമാണ്. അത് എന്ത് തരം സ്ട്രാറ്റജി ആയാലും ആ സ്ട്രാറ്റജി അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് യഥാർത്ഥമായ കാര്യമാണ്. 4 വോട്ടിന് വേണ്ടി ഇങ്ങനെയല്ലല്ലോ കേരളത്തിൽ. അല്ല, അവിടെ ഒരു ഇന്ത്യ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ചേച്ചി, ഈ തൃശ്ശൂരിൽ ഇപ്പൊ സുരേഷ് ഗോപി വിജയിച്ച സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടുത്തെ മെജോറിറ്റി ക്രിസ്ത്യൻ വോട്ടുകൾ BJP-യിലേക്ക് വന്നത് കൊണ്ടുകൂടെയാണ് സുരേഷ് ഗോപി വിജയിച്ചത്. കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ ഇലക്ഷനിലും ഒക്കെ ക്രിസ്ത്യൻ സമൂഹത്തെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പോകാനാണ് BJP പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഈ ഒരു വിവാദം മാക്സിമം കത്തിക്കാൻ വേണ്ടി കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന് അത്തരത്തിലല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ സംസാരിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം കൂടെ അവിടെ ഉയർന്നു വരുന്നുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം BJP അടിസ്ഥാനപരമായി എന്നും പറഞ്ഞിട്ടുള്ളത് ഹിന്ദുത്വം തന്നെയാണ്. അതാ എന്നും അങ്ങനെ തന്നെയാണ്. ആ ഹിന്ദുത്വത്തിലൂന്നി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഭാരതമൊട്ടാകെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഒരു പ്രീണനവുമില്ലാതെ യഥാർത്ഥ വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയത് കൊണ്ടാണ് ഭാരതത്തിൽ ഇത്തരത്തിലൊരു ഭരണം കൈവരിക്കാൻ, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഇത്തരത്തിലൊരു ഭരണം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എവിടെയാണ് അത്തരത്തിലുള്ള പ്രീണനം ഉണ്ടായിട്ടുള്ളത്? കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഡിഫറന്റ് ആണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രൈമിൽ ഉൾപ്പെടുന്ന ഒരാളെ എതിർക്കുന്നു എന്നുള്ളത് കൊണ്ടോ, രണ്ടുപേരെ എതിർക്കുന്നു എന്നുള്ളത് കൊണ്ടോ ഒരു സമൂഹത്തിന് മൊത്തം അല്ലെങ്കിൽ ആ സമൂഹത്തിലെ മുഴുവൻ ആൾക്കാർക്കും പ്രശ്നമാണ് എന്നെങ്ങനെയാണ് പറയാൻ കഴിയുക? ഇവിടെ കാശി ശങ്കരാചാര്യരെ ഇവിടെ റോഡിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹം എന്താണ് ചെയ്തത്? ആരെങ്കിലും ഹിന്ദു സമൂഹത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണെന്ന് പറഞ്ഞ് ഇവിടെ അക്രമം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ക്രൈമിൽ ഉൾപ്പെട്ട ആരെങ്കിലും ഒരാളെ, ഇപ്പോ സന്തോഷ് മാധവൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, അയാൾ ഒരു വ്യാജസ്വാമിയാണ് എങ്കിൽ പോലും കേരളത്തിലെ ഹിന്ദു സമൂഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല സന്തോഷ് മാധവനെ അറസ്റ്റ് ചെയ്തതെന്നോ അല്ലെങ്കിൽ സന്തോഷ് മാധവന് വേണ്ടി തെരുവിൽ ഇറങ്ങിയിട്ടില്ല. 2 കന്യാസ്ത്രീകൾ അവിടേക്ക് എത്തപ്പെടുന്നു. മതം മാറ്റം ഉണ്ട് എന്നുള്ളത് ലോകത്തെല്ലാവർക്കും. എന്റെ വീട്ടിൽ മതം മാറ്റാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. ഈ മിഷണറി പ്രവർത്തനം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എന്റെ വീട്ടിൽ ഒരു പാസ്റ്ററും 2 കന്യാസ്ത്രീകളും കൂടി വന്നിട്ട്, കന്യാസ്ത്രീകളോ പാസ്റ്ററിന്റെ കൂടെയുള്ള സ്ത്രീകളും കൂടി വന്നിട്ട് പറഞ്ഞു, ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കണം, എന്റെ അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുകയാണ്, പ്രാർത്ഥിക്കണം. എന്റെ അച്ഛൻ വളരെ കൃത്യമായി പറഞ്ഞു, ഇരിക്കൂ എന്ന് പറഞ്ഞു. അവിടെ ഇരുന്നപ്പോ എന്റെ അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു, മകളെ എന്നെ വിളിച്ചു, മോളെ പെട്ടെന്ന് നിലവിളക്ക് കത്തിച്ചോണ്ട് വരും, അവർക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ നിലവിളക്കിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ഇങ്ങനെയാവാം എന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ ഇറക്കി വിട്ടിട്ടുണ്ട് പാസ്റ്റർമാരെ. നിങ്ങളുടെ ഓരോരുത്തരെയും കേരളത്തിൽ ഏത് വീട്ടിലേക്കാണ് ഏതെങ്കിലും ഒരു മിഷണറി പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു പാസ്റ്ററോ, കേരളത്തിൽ നല്ല ഇന്ത്യ ഒട്ടാകെ മിഷണറി പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു പാസ്റ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കന്യാസ്ത്രീയോ ഒരു പുരോഹിതനോ ഒക്കെ കടന്നു വരാത്ത ഏത് വീടാണുള്ളത്? എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിയും. അപ്പോ അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മറവിൽ, ഞാൻ പഠിക്കുന്ന സ്കൂളിൽ, ആ സ്കൂളിൽ ഇതുപോലെ തന്നെ രാവിലെ എന്നും ചാപ്പലിലേക്ക് വിദ്യാർത്ഥികളെല്ലാം പോകണം. പ്രത്യേക ക്ലാസ്സുകൾ, ആ പ്രത്യേക ക്ലാസ്സുകളിൽ പരീക്ഷ എഴുതി പാസ്സാവുന്ന കുട്ടികൾക്ക് ചില ഉപഹാരങ്ങൾ ഇതൊക്കെ നൽകാറില്ലേ? ഇതൊക്കെ നടന്നിട്ടില്ലേ? അപ്പോ അത് കൃത്യമായി തന്നെ ഇവിടെ മിഷണറി പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന കാര്യം നമുക്ക് ഇവർക്ക് പറയുന്ന കാര്യമാണ്. ഈ മിഷണറി പ്രവർത്തനം നടക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ മിഷണറി പ്രവർത്തനം നടന്നിട്ടില്ല അല്ലെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടന്നിട്ടില്ല എന്ന് പറയാനുള്ള അവകാശം രാജീവ് ചന്ദ്രശേഖറിനില്ല എന്നാണ് ഞാൻ പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ ബാക്കി ചെയ്ത കാര്യങ്ങളെല്ലാം, എന്തെങ്കിലും അവർക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. ഏതെങ്കിലും തരത്തിൽ അവർ പെട്ടുപോയ കേസാണെങ്കിൽ അതിനുള്ള നിയമപരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യം നോക്കണം. സർക്കാരുമായി സംസാരിക്കുന്നതിൽ തെറ്റില്ല. എന്താണ് നടന്നതെന്ന് അറിയാനുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ അവകാശത്തെ അല്ലെങ്കിൽ BJP-യുടെ അവകാശത്തെ ഞാൻ തള്ളിപ്പറയുന്നില്ല. ഇതൊക്കെ വളരെ കൃത്യമായ കാര്യമാണ്. പക്ഷെ അപ്പോഴും പോലീസ് FIR ഇട്ട, റെയിൽവേ പോലീസ് FIR ഇട്ട് പോലീസിന് കൈമാറി കോടതിയിലേക്ക് എത്തപ്പെട്ട ഒരു കേസിൽ അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറയാൻ, ഏകകണ്ഠമായി പറയാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ചാടി വന്ന് അതിനൊരു അഭിപ്രായം പറയാൻ രാജീവ് ചന്ദ്രശേഖരന്റെ അഭിപ്രായമില്ല. നോക്കൂ, ഹൈന്ദവ സംഘടനകളെല്ലാം പ്രതിഷേധത്തിലാണ്. ഇപ്പൊ ഇന്നലെ തന്നെ വിജി തമ്പി, അതുപോലെ തന്നെ VSPയുടെ ആളാണ്, ബജ്രംഗദൾ എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് പറയുന്നതെന്ന് പറയുന്നു. അതുപോലെ തന്നെ മറ്റ് RV ബാബു ഇന്ന് മതം മാറ്റം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രതികരണത്തെ എതിർത്തിട്ടുണ്ട്. മതം മാറ്റത്തെ ശക്തമായി അപലപിക്കുന്നുണ്ട്. ശശികല ടീച്ചർ
അവർ അപലപിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, കുറച്ചു പേർ നമുക്ക് വോട്ട് ചെയ്തു വന്നോ, അല്ലെങ്കിൽ ഒരു സർക്കാർ ഉണ്ടാവേണ്ടത് ഇവിടുത്തെ എല്ലാ ജനവിഭാഗത്തിന്റെയും ആവശ്യമാണ്. ആ സർക്കാർ നിലനിൽക്കേണ്ടതും എല്ലാ ജനവിഭാഗത്തിന്റെയും ആവശ്യമാണ്. തങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് ഗുണകരമാകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന സർക്കാരിനെ ആ സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ തനിക്ക് ഗുണകരമാകുന്ന എന്തോ തെരഞ്ഞെടുക്കേണ്ടത് ഓരോ ജനവിഭാഗത്തിന്റെയും ആവശ്യമാണ്. അവിടെ 4 വോട്ട് കിട്ടിയത് കൊണ്ടോ, അല്ലെങ്കിൽ സുരേഷ് ഗോപി ആ പള്ളിയിൽ പോയി അവരുടെ മതവിശ്വാസത്തെ അംഗീകരിച്ചത് കൊണ്ടോ, അതായത് തന്റെ സ്വന്തം മകളെയോ തന്റെ കുടുംബത്തിലുള്ളവരെയോ തന്റെ കമ്മ്യൂണിറ്റിയിൽ പെടുന്നവരെയോ ഒക്കെ മതം മാറ്റി അവിടേക്ക് വിടാമെന്നോ അവിടെ ചേർക്കാമെന്നോ അതിന് അർത്ഥമില്ല. ഏതെങ്കിലും ഒരു മതവിഭാഗം, ഹിന്ദുവിലെ ഏതെങ്കിലും ഒരു മതവിഭാഗമോ ഹിന്ദുവിൽ നിന്ന് ആരെങ്കിലുമോ ഏതെങ്കിലും ഒരാളെ മതപരിവർത്തനം നടത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചേർക്കാനോ ശ്രമിച്ചിട്ടുണ്ടോ? ഒരാളെങ്കിലും കൊണ്ട് ചൂണ്ടിക്കാട്ടു. ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് വളരെ കൃത്യമായി തന്നെ ഇവിടെ മതപരിവർത്തനത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടെങ്കിൽ അത് തടയപ്പെടണമെന്ന് തന്നെയാണ്. ആ തടയപ്പെടുമ്പോഴും നമ്മുടെ സത്വം, BJP-യുടെ അന്തസത്ത എന്താണ്, അല്ലെ BJP എന്തിനു വേണ്ടിയാണ് നിലകൊണ്ടിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതില്ലേ? BJP പറയുന്ന ഹിന്ദുത്വം എന്ന് പറയുന്നത് സാംസ്കാരികതയാണ്. ഈ മറ്റു മതവിഭാഗങ്ങൾ കടന്നു ചെന്ന് മതം മാറ്റുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് സാംസ്കാരികതയും അവരുടെ ദേശീയതയും അവരുടെ സ്വത്വബോധവുമാണ്. അത് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ചാടിക്കേറി ഒരു തീരുമാനമെടുക്കുകയും അത്തരം ഒരു അഭിപ്രായം പറയുകയും ചെയ്തത് ഒരു സ്ട്രാറ്റജി ആണോ എന്ന് ചോദിച്ചാൽ അത് സ്ട്രാറ്റജി അല്ലെന്ന് പറയേണ്ടി വരും. കേരളത്തിൽ ഇപ്പോ നമുക്ക് എല്ലാതെയും ഉണ്ട്. 2021 ഇതേ സ്ഥലത്ത് ഛത്തീസ്ഗഡിൽ ഒരു പുരോഹിതനെയും 3 പാസ്റ്റർമാരെയും മതപരിവർത്തനത്തിന് പിടിച്ചിട്ടുണ്ട്. അന്ന് എന്തുകൊണ്ടാണ് കേരളത്തിൽ പ്രശ്നം ഉണ്ടാകാതിരുന്നത്? അവിടെ അന്ന് കോൺഗ്രസിന്റെ സർക്കാരായിരുന്നു. ഈ മതം മാറ്റ ഈ നിയമം ഉണ്ടാക്കിയത് തന്നെ കോൺഗ്രസിന്റെ സർക്കാരാണ്. ഗോവധ നിരോധന നിയമം ഉണ്ടാക്കിയതും കോൺഗ്രസ് ആണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയ ശേഷം എല്ലാം സംഘപരിവാറിന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഇതിലൊക്കെ ചെയ്യേണ്ടത് ഇതിൽ ചാഞ്ഞും ചെരിഞ്ഞും നിൽക്കുകയല്ല, ശക്തമായ പ്രതിരോധം തീർക്കാൻ കൃത്യമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ ഇരട്ടത്താപ്പ് പൊളിച്ചു കാണിക്കുക എന്നുള്ളതാണ്. പറഞ്ഞു നിർത്തിയെടുത്തു തുടങ്ങിയാൽ ഈ പറയുന്നത് പോലെ ഛത്തീസ്ഗഡിൽ അത്രമേൽ ഒരു കലുഷിതമായ അന്തരീക്ഷമായത് കൊണ്ടായിരിക്കണമല്ലോ കോൺഗ്രസിന്റെ ഗവൺമെന്റിന് പോലും അത്തരത്തിലൊരു ആന്റി കൺവെൻഷൻ ആക്ട് അവിടെ കൊണ്ടുവരേണ്ടി വന്നത്. തീർച്ചയായും അത്രയും വലിയ പ്രശ്നമുള്ളത് കൊണ്ട് കോൺഗ്രസിന്റെ സർക്കാർ ഉണ്ടാക്കിയ ഒരു ആന്റി കൺവെർഷൻ ലോ, ആ ആന്റി കൺവെർഷൻ ലോയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും കേസെടുത്തിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് BJP-യെ കുറ്റപ്പെടുത്താൻ കഴിയുക? അവിടെ നമുക്കറിയാം ഈ നക്സലുകൾ മാത്രം ചെല്ലുന്ന, അല്ലെങ്കിൽ നക്സലിന് സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് ഈ സ്ഥലം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടേക്ക് ഈ കന്യാസ്ത്രീകൾക്ക് കടന്നു ചെല്ലുകയും അവിടെ ഒരു ബന്ധമുണ്ടാക്കുകയും ചെയ്യണമെങ്കിൽ ഇവർ അത്രത്തോളം, അല്ലെങ്കിൽ ഇവർ എന്തിനു വേണ്ടി പോയതാണ്, അല്ല അവർക്ക് അത്തരം ബന്ധങ്ങളില്ല എന്ന് നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയും? അപ്പോൾ മതപരിവർത്തനം നിരോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. മതപരിവർത്തനത്തെ ശക്തിയുക്തം എതിർക്കേണ്ടത് തന്നെയാണ്. അത് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട കേസുകളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, രാജീവ് ചന്ദ്രശേഖരനെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ചില നിലപാടുകളോട് എതിർപ്പുണ്ടെങ്കിൽ പോലും പക്ഷെ പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ അദ്ദേഹം എടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ അദ്ദേഹം ഒരു നല്ല BJP-കാരനാണ്, അല്ലെ BJP-യുടെ അനുഭാവം ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു, പിന്നീട് അദ്ദേഹം കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു എന്ന് ഉള്ളതിനപ്പുറത്തേക്ക് ഒരു BJP-യുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട, അല്ലെങ്കിൽ ഒരു നല്ല ഹാർഡ് കോർ സംഘപരിവാർ ആശയങ്ങളുള്ള ഒരാളായിരുന്നു എന്ന് പറയാനും കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് ചിലപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് കൃത്യമായ വിവരങ്ങൾ അറിയുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റിനെ അദ്ദേഹം നിയമിക്കുകയാണ് വേണ്ടത്. മറിച്ച് ഈ പെട്ടിയെടുപ്പുകാരെയും മറ്റുള്ളവരെയും ഒക്കെ പെട്ടിയെടുത്തോട്ടെ, പെട്ടിയെടുക്കാൻ നേതാവിന് ആള് വേണം, ചെരുപ്പിടിപ്പിക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും, നല്ലത് തന്നെയാണ്, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷെ അവരുടെ ഉപദേശവും അവരുടെ അഭിപ്രായവും, അദ്ദേഹം ഉപദേശം കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ എങ്കിൽ പോലും കുറച്ചുകൂടി അദ്ദേഹത്തെ ഉപദേശിക്കാൻ കഴിവുള്ള, അദ്ദേഹത്തോട് സംസാരിക്കാൻ കപ്പാസിറ്റി ഉള്ള, അപ്പൊ കേരളത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പൊ സുരേഷ് ഗോപി വന്ന സമയത്തുണ്ടായ ഒരു പ്രശ്നം, അദ്ദേഹത്തെ ഡീൽ ചെയ്യാൻ കേരള BJP-ക്കാർക്കും ഗഡ്സ് ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തോട് പറയാൻ, അതല്ല ഇങ്ങനെയാണ് എന്ന് പറയാൻ ഗഡ്സ് ഉള്ള ആരുമില്ല. വന്നപ്പോ പെട്ടിയെടുത്ത് കൂടെ നടന്നവരൊക്കെ അങ്ങ് നേതാക്കന്മാരായി എന്നതിനപ്പുറത്തേക്ക്, വന്ന അന്ന് മുതൽ പെട്ടിയും ചെരുപ്പും താങ്ങി നടന്നവരൊക്കെ നേതാക്കന്മാരായി എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിനോട് പറയാൻ, അങ്ങനെയല്ല, ഇങ്ങനെയാണ് ഇത് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവരില്ല. അപ്പൊ അദ്ദേഹം ചെയ്യേണ്ടത് ഒരു നല്ല പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റിനെ നിയമിക്കുക എന്നുള്ളതാണ്. പൊളിറ്റിക്സ് പറയാൻ അറിയുന്ന, കാര്യങ്ങൾ കൃത്യമായി സംസാരിക്കാൻ അറിയുന്ന, കാര്യങ്ങളെ വിലയിരുത്താൻ അറിയുന്ന, രാഷ്ട്രീയം അറിയുന്ന ഒരാളെ അവിടെ നിയമിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന് പറയാമായിരുന്നു. അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഞാൻ പറയുന്ന ഒരൊറ്റ പാർട്ട് മാത്രമേ അദ്ദേഹത്തിന് തെറ്റിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റാണ്. അദ്ദേഹം ഡെലിഗേഷൻ അയക്കുന്നതിനെ ഞാൻ എതിർക്കുന്നില്ല. ഡെലിഗേഷൻ പൊക്കോട്ടെ, കാര്യങ്ങൾ അന്വേഷിച്ചോട്ടെ, അവിടുത്തെ സർക്കാരുമായി സംസാരിച്ചോട്ടെ, കേസിൽ എന്തെങ്കിലും നിയമസഹായം വേണമെങ്കിൽ ചെയ്തോട്ടെ. അവിടെ അദ്ദേഹത്തിന് പറ്റിയ ഒരേ ഒരു തെറ്റ്, അവിടെ അദ്ദേഹം അതിലൊരു ജഡ്ജ്മെന്റലായി എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശമില്ല. അവിടെ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഫെഡറൽ സംവിധാനത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. അതിനും അപ്പുറത്തേക്ക് ഈ കാര്യങ്ങളെ അദ്ദേഹം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ പാടില്ല എന്ന ഒരു വിഷയത്തിന്മേലുള്ള അദ്ദേഹത്തിന്റെ കടന്നുകയറ്റമാണ്. ഇതിന് രണ്ടിനെ ശക്തിയുക്തം ഞാൻ എതിർക്കുകയാണ്.
അത് അദ്ദേഹത്തിന് മനസ്സിലായാൽ നല്ല കാര്യം. കാരണം ഇത് കേസ് വരുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ താൽക്കാലികമായ ഒരു ജാമ്യം കിട്ടുകയൊക്കെ ചെയ്താലും ഇത് കേസ് മുമ്പോട്ട് പോകുമ്പോൾ അന്വേഷണത്തിൽ എന്തെങ്കിലും കൃത്യമായ വിവരങ്ങൾ ലഭ്യമാവുകയാണ്, അല്ലെങ്കിൽ അന്വേഷണത്തിൽ ഇവരെ ശിക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും. എനിക്ക് തോന്നുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. ഇവിടെ BJP എടുത്ത നിലപാടാണ്. ആ നിലപാട് കൊണ്ട് ഛത്തീസ്ഗഡ് സർക്കാരും കേന്ദ്ര സർക്കാരിനെതിരെ അടിക്കാനുള്ള ഒരു ആയുധം എന്ന രീതിയിലാണ് കേരളത്തിലെ ഇടതുപക്ഷവും മറ്റുള്ളവരും ഒക്കെ ഒരു പെട്ടെന്നൊരു ബഹളം ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കോലാഹലം മറ്റിടത്ത് ഉണ്ടാകുമായിരുന്നില്ല എന്നൊരു ചിന്ത പോലും എനിക്കുണ്ട്. കാരണം ഇപ്പൊ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെ പറയുമ്പോൾ താങ്കൾ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ടാകുമെന്ന തരത്തിലാണ്, അല്ലെങ്കിൽ ഒരു പക്ഷേ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. അദ്ദേഹം ഒരു ആശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം ഇങ്ങനെയല്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും മറ്റുള്ളവർ അവിടേക്ക് പോവുകയും പ്രശ്നം കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്നലെ MP-മാരെല്ലാം കൂടി അവിടെ പോയി ഇന്നലെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് രാത്രി ജയിലിന്റെ വാതിക്കെ പോയി ബഹളം വെച്ച്. അതിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ. ജയിലിന്റെ വാതിക്കെ പോയി ബഹളം വെച്ചല്ലോ ആൾക്കാരെ കാണേണ്ടത്. അതിനുള്ള നിയമപരമായ മാർഗങ്ങൾ നോക്കിയിട്ടാണല്ലോ കാണേണ്ടത്. MP-മാരെല്ലാം കൂടി ജയിലിന്റെ വാതിക്കെ പോയിരുന്ന അവിടെ പ്രതിയാക്കപ്പെട്ട ഒരാളെ കാണണമെന്ന് പറഞ്ഞാൽ സമയം കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല. ഇതിനൊക്കെ ഒരു നിയമവ്യവസ്ഥയുണ്ട്. അപ്പൊ അതൊന്നും പാലിക്കാതെയാണ് പോയത്. ഇന്നിപ്പോ പോയിട്ട് വന്നിട്ട് റഹീം എന്തൊക്കെയോ പറയുന്നുണ്ട്. റഹീം യാതൊരു യുക്തിക്ക് നിരക്കാത്ത ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അപക്വമായ പ്രതികരണമാകാം ഇത്രയും പ്രശ്നങ്ങളിലേക്ക് പോയത്. അത് മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. എന്തായാലും BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ ഹിന്ദു സംഘടനകളെ കൂടി, അല്ലെങ്കിൽ സംഘപരിവാറിന്റെ മറ്റു സംഘടനകളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടായിരിക്കണമായിരുന്നു ഒരു പ്രസ്താവന നടത്തുമ്പോൾ ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായങ്ങൾ വരുന്നത്. അത് തന്നെയാണ് ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും ഒരുപാട് നന്ദി.